السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയരെ, റിയലൈസ്ഡ് പ്രൗഢമായ വേദിയിൽ ചില സുപ്രധാന വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഫലസ്തീൻ വംശഹത്യയുടെ ചരിത്രം, വിമോചനത്തിന്റെ വർത്തമാനം. ചരിത്രത്തിന്റെ പുസ്തകം തുറക്കുമ്പോൾ ചില പേജുകളിൽ രക്തത്തിന്റെ നിറമാണ്, ചില വരികളിൽ കരച്ചിലിന്റെ ശബ്ദവുമാണ്, ചില അധ്യായങ്ങളിൽ മനുഷ്യരാശിയുടെ മനസ്സാക്ഷി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. അവയിൽ ഏറ്റവും കരിമ്പടം പൂശിയ അധ്യായമാണ് ഫലസ്തീൻ. പിഞ്ചോമന കുഞ്ഞുങ്ങളുടെ കരച്ചിലിനെ പോലും ബോംബുകളുടെ ഗർജനം കൊണ്ട് വീങ്ങുന്ന ദേശം, ഒരു അമ്മയുടെ സ്വപ്നത്തെ കണ്ണുനീരിൽ മുങ്ങിക്കുന്ന നാട്, ഒരു പിതാവിന്റെ കയ്യിൽ വീട് തുറക്കുന്ന താക്കോൽ മാത്രം ശേഷിക്കുന്ന ഭൂമി. പ്രിയരെ, ഫലസ്തീൻ കഥ വെറും ഒരു ദേശത്തിന്റെ കഥയല്ല, അത് മനുഷ്യരാശിയുടെ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പരീക്ഷണമാണ്. ഫലസ്തീൻ ഭൂമി ലോകത്തിലെ ഏറ്റവും പഴയ സംസ്കാരങ്ങൾ നിലനിർത്തുന്ന പ്രദേശമാണ്, പ്രവാചകന്മാരുടെ കാലടികളാൽ വിശുദ്ധമായ ദേശം. എന്നാൽ 1948 നടന്ന നക്ബ വിപത്ത് ആയിരക്കണക്കിന് പാവപ്പെട്ട ഫലസ്തീനിന്റെയും ഗസയുടെയും ജനങ്ങളെ സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കി. അവർ സ്വന്തം നാട്ടിൽ അന്യരായി മാറുകയാണ്. വീടുകളില്ലാതെ, നാടില്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നരകതുല്യരായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. കാലം മാറി, പക്ഷെ അവസ്ഥ മാറിയില്ല. ലോകം 21-ാം നൂറ്റാണ്ടിൽ മുന്നോട്ട് പോകുമ്പോഴും പാവപ്പെട്ട ഫലസ്തീന്റെയും ഗസയുടെയും ജനങ്ങൾക്ക് കിട്ടുന്ന തുറന്ന ജയിൽ ജീവിതം മാത്രമാണ്. 1967 യുദ്ധത്തിന് ശേഷം ഫലസ്തീനുകളുടെ ഭൂമി കൂടുതൽ അവർ കൈകളിലാക്കി. അവരുടെ അവകാശങ്ങളെ കാറ്റത്തു പറത്തി. കുട്ടികൾക്ക് കളിസ്ഥലങ്ങൾക്ക് പകരം ബോംബുകൾ പതിക്കുന്ന തെരുവുകളാക്കി മാറ്റി. സ്ത്രീകൾക്ക് വീടിന് പകരം നരക തുല്യരായി ജീവിക്കേണ്ടി വരുന്ന അഭയാർത്ഥി ക്യാമ്പുകൾ. പുരുഷന്മാർക്ക് തൊഴിലിന് പകരം തടവറകൾ നൽകി അവരെ പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. ഇന്ന് പല പാവപ്പെട്ട ഫലസ്തീന്റെയും ഗസയുടെയും ജനങ്ങൾ ദിവസേന നേരിടുന്ന ആക്രമണവും വിമോചനവുമാണ്. വിദ്യാഭ്യാസം ലഭിക്കാത്ത പിഞ്ചോമന ബാല്യകുമാരങ്ങൾ തെരുവിലറിയുന്നു. അന്നവും അറിവും മുറിവിനുള്ള മരുന്ന് പോലും നിഷേധിക്കപ്പെട്ടവർ, ജോലി ലഭിക്കാത്ത യുവാക്കൾ, ലോകം കണ്ടിട്ടും കാണാത്ത പോലെ പെരുമാറുന്നു. പ്രിയരെ, ഞാനും നിങ്ങളുമെല്ലാം ആ പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഒരു നിമിഷം കണ്ണോടിച്ചു നോക്കൂ. എത്ര പിഞ്ചോമന പൈതലുകളാണ് ഓരോ നിമിഷവും വെടിയുണ്ടകൾക്കിരയായി മാറുന്നത്. യുദ്ധം മത്സരത്തിന്റെയും പരസ്പര ശത്രുതയുടെയും കശാപ്പിന്റെയും അവസ്ഥയാണ്. അതിനെ സാഹോദര്യത്തിന്റെ ആശയവുമായി ബന്ധപ്പെടുത്തുക എന്നത് അസാധ്യമാണ്. മനസ്സുകളിൽ പരിവർത്തനത്തിന്റെ ഗീതം മുഴക്കേണ്ടത് യുദ്ധത്തിലൂടെയല്ല, സമൂഹ തിന്മത്തിന് വിഭാടനയല്ല നല്ലത്. നമ്മുടെ നേതാവ് അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും രാഷ്ട്രപിതാവ് ഗാന്ധിജിയും നെൽസൺ മണ്ടേലയും ലോകത്തിന് കാണിച്ചു തന്ന രക്തരഹിത വിപ്ലവങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സി ഔ ഫസാദി ഫിൽ അർദ് ഫകഅന്നമ ഖതലൻ നാസ ജമീഅ ഫമൻ അഹ്യാഹാ ഫകഅന്നമ അഹ്യൻ നാസ ജമീഅ. എത്ര മഹത്തമാണ് വിശുദ്ധ ഖുർആനിന്റെ ബോധനം. ഫലസ്തീൻ ജനതയുടെ പോരാട്ടം നീതി നേടിയെടുക്കാനുള്ളതാണ്. ചരിത്രം തെളിയിച്ചിട്ടുണ്ട്, അന്യായം ഒരിക്കലും നിലനിൽക്കില്ല എന്ന്. ഒരു ദിവസം ഫലസ്തീന്റെ കണ്ണുനീര് അത് വെള്ളരിപ്രാവിനെ പറത്തിവിടും എന്നത് ഉറപ്പാണ്. അവരുടെ കണ്ണുനീര് ഒരു ദിവസം വിജയത്തിന്റെ ചിരിയായി മാറും. പ്രിയരെ, ആ വിജയത്തിനായി ഞാനും നിങ്ങളും കണ്ണുകൾ ഉണർത്തണം, നമ്മൾ ഹൃദയങ്ങൾ തുറക്കണം. അവർക്കായി ഒന്നിച്ച് പ്രാർത്ഥിച്ച് അല്ലാഹു തആലയോട് കണ്ണുനീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.